ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. വീഡിയോ ഒത്തിരി ലെങ്തി ആണ്. അത് ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് അതിൽ കാണിച്ച പോലെ കപ്പിളിൻ്റെ ട്യൂഡിൽസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ സെർച്ച് ബാറിൽ കപ്പിൾ ട്യൂഡിൽന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൽ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് താഴെ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന പാറ്റേണാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ അതുപോലത്തെ ഒരു ഇമേജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് കാണുകയാണെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലെൻസിൻ്റെ ഐക്കൺ കാണും. ആ ഐക്കൺ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ച പിക്ചർ സ്കാൻ ചെയ്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സിമിലർ ആയിട്ടുള്ള പിക്ചേഴ്സ് താഴെ വരും. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് അതിലൊരു 3 ഡോട്ട് ഉണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഇമേജ് നമ്മുടെ ഗാലറിയിൽ ഡയറക്റ്റായിട്ട് സേവ് ആവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാൻവ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ സൈസിലുള്ള ടെംപ്ലേറ്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഏതെങ്കിലും ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഏതെങ്കിലും ഒരു സൈസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കാർഡ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്യുക. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ A4 സൈസിലേക്കാണ് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ എടുക്കുക. അപ്പോൾ അതിന് പറ്റിയത് പോസ്റ്റർ ടൈപ്പിലുള്ള ക്യാൻവാസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്യണം. ഇത് കാർഡ് ലാൻഡ്സ്കേപ്പിൽ ഏത് ടൈപ്പ് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓപ്പണായി കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബ്ലൂവിൽ ഒരു ഐക്കൺ കാണും. ബ്ലൂവിൽ ഒരു പ്ലസ് ഐക്കൺ കാണും. അത് സെലക്ട് ചെയ്യുക. ഇത് അതിങ്ങനെ ഓപ്പണായി വരുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. ടെക്സ്റ്റ്, ഗാലറി, ടെംപ്ലേറ്റ്സ്, എലിമെൻറ്റ്സ് എന്നൊക്കെ. അതിൽ നമ്മൾ എലിമെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഹോപ്പിൽ നമ്മളൊരു സർക്കിൾ ടൈപ്പിലാണ് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സർക്കിൾ ആവശ്യമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിലിങ്ങനെ ഒരു ഔട്ട്ലൈൻ, സർക്കിളിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടും. അത് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യണം. അത് നമ്മുടെ ക്യാൻവാസിൽ വന്ന് വരുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ സെറ്റ് ചെയ്യാണ്. അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. ക്രോപ്പ് ചെയ്യാനും ഡ്രാഗ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അത് ക്യാൻവാസിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. ആ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എലിമെൻറ്റ്സിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഗാലറിയിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ജസ്റ്റ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അത് നേരെ നമ്മുടെ ഇപ്പോഴത്തെ ക്യാൻവാസിലേക്ക് പ്ലേസ് ആവും. എന്നിട്ട് നമുക്കത് ഇപ്പോൾ 4 ഒരുമിച്ചൊരു ഷീറ്റായിട്ടല്ലേ കിടക്കണം. അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് 4 ആക്കി മാറ്റണം. അപ്പോൾ ഒരു ആദ്യത്തെ ടൈപ്പ് ആക്കുമ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്രോപ്പ് ചെയ്ത് അതിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇമേജസ് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇമേജസ് ജസ്റ്റ് അവിടെ വരുമ്പോൾ തന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കുറേ ഓപ്ഷൻസിൽ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ക്രോപ്പ് ചെയ്യണത്. ഈ ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് 4 ഇമേജസും ഇതിൽ അതുപോലെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ 4 ഇമേജസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഓർഡറിൽ എവിടെയാണോ വരേണ്ട പൊസിഷനിലൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഇമേജസിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയും എലിമെൻറ്റ്സും കിടന്നതിൻ്റെ പൊസിഷനിലായിട്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ഫോൺ സ്റ്റൈൽസൊക്കെ വരും. അതിൽ നിന്ന് ഏതെങ്കിലും ഫോൺ സ്റ്റൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ആഡ് ടെക്സ്റ്റ് എന്നുള്ളൊരു സാധാരണ നോർമൽ ടെക്സ്റ്റ് ആണോ ഹെഡിങ് ആണോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്ന് നമ്മൾ സാധാരണ പോലെ ഒരു ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെനു ബാർ ഉണ്ടല്ലോ, നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന മെനു ബാറിൽ ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റണം. അവിടെ നിന്ന് വേണമെങ്കിലും മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാറ്റാം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ട് അത് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് അത് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയും പറ്റും.
അപ്പോൾ ഡേറ്റും ഡിസ്ക്രിപ്ഷൻസൊക്കെ ടൈപ്പ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഫ്ലോറൽ പാറ്റേൺ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു സെമി സർക്കിളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യണം. അതിൽ എലിമെൻറ്റ്സിൽ സെർച്ച് ബാറിൽ സർക്കിളിന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരത്തെ ഔട്ട്ലൈൻ ഉള്ളൊരു സർക്കിൾ സെലക്ട് ചെയ്യുക. ആ സർക്കിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാൻവാസിൽ പ്ലേസ് ആവും. എന്നിട്ട് നമ്മൾ വന്ന സർക്കിളിൽ തന്നെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് എനിക്കത് സെമി സർക്കിൾ ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സർക്കിളിനെ ക്രോപ്പ് ചെയ്ത് സെമി സർക്കിളാക്കിയിട്ട് എവിടെയാണോ ഫ്ലോറൽ പാറ്റേൺ വരേണ്ടത് ആ ഭാഗത്ത് അത് പ്ലേസ് ചെയ്യാണ് കറക്റ്റായിട്ട്. നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺസ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബോബൺ വീലും കാസ്റ്റോണൊക്കെയാണ് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു എപ്പോഴും സർക്കിളായിട്ടുള്ള ഷേപ്സാണ് യൂസ് ചെയ്യുക ഇമേജ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഈ സർക്കിൾസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അതിലെ എലിമെൻറ്റ്സിൽ പോവുക. സെർച്ച് ബാറിൽ സർക്കിളിന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് അതങ്ങനെ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു ഡബിൾ ഷെയ്ഡ് ഉള്ളതാണ് ഇവിടെ സർക്കിൾ ടൈപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ കോമ്പോവും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനത് സെലക്ട് ചെയ്യണം. അത് നമ്മുടെ സെമി സർക്കിളിൽ എവിടെയാണോ ഫ്ലവേഴ്സ് വരുന്നത് അവിടെയൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ഫ്ലവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എലിമെൻറ്റ്സിൽ പോയിട്ട് വീണ്ടും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു സർക്കിൾ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ വരുന്നത്. അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരുപാട് സർക്കിൾസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ പോയി എടുക്കാനും പിന്നെ അതിൻ്റെ സൈസിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത് ആ ഒരു പാറ്റേണിൽ സെറ്റ് ചെയ്തെടുക്കാം. നമുക്കതുപോലെ തന്നെ ലീവ്സും ചിലപ്പോൾ ആവശ്യമാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബ്ലൂവിലെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ട് എലിമെൻറ്റ്സിൽ പോയി സെർച്ച് പോലെ ലീവ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേ ടൈപ്സ് ലീവ്സ് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ലീവ്സ് ഏതാ വെച്ചാൽ വരിക. അത് നമ്മുടെ എവിടെയാണോ ലീവ്സ് വരേണ്ടത് അവിടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ലീവ്സ് ആഡ് ചെയ്യാം. പിന്നെ എന്ത് പാറ്റേൺ വേണമെങ്കിലും എന്ത് എലിമെൻറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ഷേപ്സ് വേണമെങ്കിലും ലീവ്സ് വേണമെങ്കിലും ബ്രാഞ്ചസ് വേണം അത് ആഡ് ചെയ്യാം. നമുക്ക് ട്രീസ് ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ എലിമെൻറ്റ്സിൽ നിന്ന് തന്നെ എല്ലാം കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺസിലും അല്ലെങ്കിൽ ലീവ്സിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്തിനാ അത് ജസ്റ്റ് പാറ്റേൺസ് അല്ലേ അപ്പോൾ ഇതിൽ എന്തിനാ കളർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു ട്രയൽ പോലെ ഏത് കളറാണ് മാച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ട്രയൽ പോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു പാറ്റേണിൽ ഏതപ്പോൾ സർക്കിളാണെങ്കിൽ അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴെ കുറേ കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് കളർ കോംബോ ചെയ്താൽ വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിങ്ങനെ ലീവ്സിൻ്റെയും കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു മീൻസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമേജ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമേജസിൻ്റെ മുകളിൽ തന്നെ ആ മെനു ബാറിൽ മുകളിലെ മെനു ബാറിൽ ഹോമൊക്കെ ഉള്ള മെനു ബാറിൽ താഴേക്ക് ഒരു ആരോ കിടക്കുന്നുണ്ട്. ഡൗൺലോഡിൻ്റെ ഒരു സിമ്പിൾ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് എ ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കത് നമ്മുടെ ഗാലറിയിൽ സേവ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലെങ്തി ആണെന്ന് വിചാരിച്ചപ്പോഴേക്കും എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം സമയം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.